ഇന്ന് ഞങ്ങള് നമ്മുടെ കട്ടപ്പന സൈറ്റിലാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ന് ഇതിന്റെ കട്ട്ള വേപ്പായിരുന്നു. അപ്പോൾ കട്ട്ള ഇപ്രാവശ്യം നമ്മള് വിത്ത് ഡോറായിട്ടാട്ടോ വെച്ചിരിക്കണേ. ഞങ്ങൾ ഇന്നലെ വന്നതാണ്. കാരണം ഇന്നലെ വരാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ ഈ ചുമരിട്ടാൽ മാത്രമാണ് നമുക്ക് ഇന്ന് കട്ട്ള വെക്കാൻ പറ്റുക. അതുകൊണ്ട് ഇന്നലെ വന്നു. ഇന്നിപ്പോ രാവിലെ ഇതിന്റെ കട്ട്ള വേപ്പായിരുന്നു. അപ്പൊ നമ്മൾ പുതിയതായിട്ട് വിത്ത് ഡോറായിട്ടാണ് ഇപ്രാവശ്യം വെച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിയ സൈസ്, അതായത് 5 ഇഞ്ചിന്റെ ചുമരാകുമ്പോൾ 5 ഇഞ്ച് വീതി ഡോർ ഫ്രെയിം വരും. അതേപോലെ തന്നെ 1.20 ഇത് ടോട്ടൽ വീതി വരുന്നത്. അതിന് മിഡിലാണ് തുറക്കണത്. പക്ഷെ ഇന്ന് തുറക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇന്നിപ്പോ ഞങ്ങൾ വെച്ച് ഇനി സൈഡിൽ ജനലും ഉണ്ടായിരുന്നു, വലിയൊരു ജനൽ, അതും വെച്ച് ഇതൊന്ന് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് തുറക്കാനായിട്ട് പറ്റുക. തുറക്കാൻ ഞാൻ ഇത് അപ്പുറത്തെ ചുമരില് നമ്മളിതിന് മുന്നത്തേല് നമ്മള് കിച്ചന്റെ അവിടുത്തെ ഡോർ വെച്ചായിരുന്നു. അപ്പൊ അതിന്റെ 2 സൈഡും ചുമരായി. ഇനി നമുക്ക് അത് ഊരി വെക്കാം. കാരണം ഇനി സൈറ്റിൽ വെച്ചിട്ട് വെറുതെ വെള്ളം ഇതൊക്കെ തട്ടിച്ചിട്ട് നാശാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി നമ്മളത് ഊരി വെക്കും. ഞങ്ങൾ ഈ വീടിനെല്ലാം പിൻഡോ ഡോഴ്സ് ആൻഡ് വിൻഡോസിന്റെ മെയിൻ ഡോറും വിൻഡോസും ഒക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതിന്റെ നമ്മുടെ വീതിയും ഇതും വരുന്നത്, ഇതിന്റെ ഹൈറ്റ് 1.80 വീതി അതേപോലെ 2.40 ആണ്. പിന്നെ ഇവിടെയും അതുപോലെ സിറ്റ് ഔട്ടിലും നമ്മൾ വലിയ ജനല വെച്ചിരിക്കുന്നത്. ഇത് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണ്. ഇത് ഇതിന്റെ സ്റ്റെയറിന്റെ സ്പേസ് ആയിട്ടാണ് വരുന്നത്. നമ്മള് ഈ ജനല് നമ്മൾ താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ കാരണം എന്താന്നുള്ളത് മനോട്ടം പറയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിന്റെ സ്റ്റെപ്പുകൾ കറക്റ്റ് 15 സെന്റിമീറ്ററിൽ ചെയ്യാച്ചിട്ടാണ് ഈ വീടിന്റെ സ്റ്റെപ്പുകൾ. കാരണം 3 മീറ്റർ ആണല്ലോ നമ്മളെ വീടിന്റെ ഹൈറ്റ് വരുന്നത്. അപ്പൊ 3 മീറ്റർ ഹൈറ്റ് വരുമ്പോൾ ഈ കാണുന്ന 1.80 ഇതിന്റെ ലാൻഡിങ് വരുന്നത്. ആ ലാൻഡിങ് മൊത്തം ഫുൾ ലാൻഡിങ് കൊടുക്കുന്ന സമയത്ത് നേർ പകുതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജനലിന്റെ ഹൈറ്റ് നമ്മൾ 1.5 മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 1.5 മീറ്റർ കൊടുക്കുമ്പോൾ ഇനി അതിന്റെ മുകളിൽ ഒരു 5 ഇഞ്ചിന്റെ ഒരു സ്ലാബ് വരും. പിന്നെ അതിന്റെ മുകളിൽ ഇതേപോലത്തെ ഒരു ജനലിന്റെ മുകളിലേക്കും വരും. അപ്പോൾ 10 അടി ഹൈറ്റിലേക്ക്, ഏകദേശം 3 മീറ്റർ ഹൈറ്റിലേക്ക് നമ്മൾക്ക് ഈക്വൽ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതായത് 15 സെന്റിമീറ്റർ കറക്റ്റ് സ്റ്റെപ്പ് ആക്കുമ്പോൾ നമുക്ക് ലാൻഡിങ് ഈ ജനലിന്റെ കറക്റ്റ് മുകളിൽ കിട്ടാനായിട്ടാണ് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ കമ്പികളൊക്കെ പ്രൊജക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഷോവാൾ കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ കമ്പികളെല്ലാം ഇവിടെ പ്രൊജക്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സാധാരണ കല്ലിൽ ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവാറില്ല. ഒരുപാട് ആൾക്കാർക്ക് അറിയാം, ചുമരുമെന്ന് വിണ്ട് നിൽക്കാറുണ്ട് ഷോവാളുകൾ. അപ്പൊ നമ്മളത് എങ്ങനെയാണ് വിള്ളാത്തതിന്റെ മെയിൻ കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ ഉള്ളത്തെ ചുമരുമെന്ന് ആ കമ്പികളാണ് നമ്മൾ ഈ പ്രൊജക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിലാണ് ഇനി ഷോവാള് വരുന്നതും. ഈ ഷോവാളിന്റെ മുകളിലായിരിക്കും നമ്മളെ ഈ സ്റ്റെയർ കേസിന്റെ ലാൻഡിങ്, അതേപോലെ ഷെയ്ഡൊക്കെ വരാൻ പോണത് ഈ ഷോവാളിന്റെ മുകളിലാണ് കേട്ടോ. വേറുള്ളവര് മറ്റേ ഇതുകൊണ്ടാ ഒരു ബ്ലോക്ക് ACCയോ അതുകൊണ്ടല്ലേ ഷോവാൾ അവര് ലൈറ്റ് വെയിറ്റ് ആക്കാൻ വേണ്ടിട്ട് ACC വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബ്രിക്സിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാരണം തന്നെയാണ്. കാരണം വേറെ ചില ഇപ്പൊ പുതിയ മെത്തേഡിലെ ആൾക്കാർ പഠിക്കുമ്പോ തന്നെ ഇപ്പൊ ബെൽറ്റ് ഇടുമ്പോഴേ ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിട്ടില്ലേ ഇതേപോലെ കുറച്ച് പുറത്തേക്ക് ബെൽറ്റ് കൊടുത്ത് ഇപ്പൊ നമ്മൾ ഷോവാളിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, അടിയിൽ ഓൾറെഡി ഷോവാളിന് നമ്മൾ ബേസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ വീട് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ബേസ് ഇട്ട് വെച്ചിട്ട് കല്ലിൽ കെട്ടുമ്പോൾ പുറത്തേക്ക് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രാക്ക് വരിക. പിന്നെ ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് GI പൈപ്പ് ഒഴിവാക്കി 5 ഇഞ്ചിൽ ചെയ്ത വീടാണ്. എല്ലാ ചുമരും 5 ഇഞ്ചാണ് വരുന്നത്. ഇതില് GI പൈപ്പിന്റെ ഒരു അംശം പോലും നമ്മൾ ഒരു കോർണറിലും ഉപയോഗിക്കണില്ല. കോർണറുകൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത് അല്ല, ഇനിയിപ്പോ ഈ കോർണറൊന്നും ആൾക്കാർക്ക് എല്ലാ കോർണറും കാണണ്ട. ഈ കോർണർ കാണിച്ചു തരാം. കോർണറുകളൊക്കെ തിരിക്കണത് ഇങ്ങനെയാണ്. ഇതിൽ 1 അടി 3 ഇഞ്ചിന്റെ റിംഗ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കണം. അതെല്ലാം ഇവിടെ കമ്പി വെച്ച് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ 10 mm 4 കമ്പി നമ്മളിവിടെ എല്ലാ കോർണേഴ്സിലും കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ GI പൈപ്പ് പോണതിനനുസരിച്ചിട്ട് കമ്പി കൂട്ടണം കണ്ട. അപ്പൊ ഈ 4 കമ്പി 10ന്റെ കമ്പിയാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇപ്പൊ ഒരു പില്ലർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും 4 കമ്പി മതി. പക്ഷെ സാധാരണ ഒരു പില്ലറ കൊടുക്കണ വെച്ചാൽ നമുക്ക് ഈ ഒരൊറ്റ റിങ് മതിയായിരിക്കും, ഇല്ലേ? അപ്പൊ ഇതിന് ഡബിൾ വർക്കാണ്. 2 റിങ് വേണം, 2 കോർണറിലേക്കും തിരിയണം. മറ്റേന്ന് പറഞ്ഞാൽ 15 ഒറ്റ റിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിന് എത്ര റിങ് വന്ന് നോക്കി നോക്കാം. ഇതിപ്പോ 8 അടി ഹൈറ്റ് ആയിട്ടുള്ളൂ. 8 അടി ഹൈറ്റിലേക്ക് തന്നെ അടി മുതൽ എത്ര റിങ് വരുന്നുണ്ട്. അതേപോലെ ഇനി 10 അടി ആകുമ്പോഴേക്ക് 8 ഇഞ്ചാണ് കേട്ടോ നമ്മളെ ഇതിന്റെയൊക്കെ ഗ്യാപ്പ് ഇടുന്നത്. അതായത് റിങ്ങിന്റെ ഗ്യാപ്പും അതേപോലെ തന്നെ നമ്മൾ കമ്പീന്റെ ഗ്യാപ്പും ഒക്കെ ഇടുന്നത് 8 ഇഞ്ചാണ്.
അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മളെ ചുമരിൽ കമ്പി ഉണ്ടായിരിക്കുക. പക്ഷെ ഈ കമ്പി ഇങ്ങനെ ചുമരായി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല അല്ലേ അമ്മ? ഇല്ല, ഇങ്ങനെ ചുമരാകുമ്പോഴാണ് ആൾക്കാർക്ക് ഇന്നിപ്പോ രാവിലെ ഒരു ചേട്ടൻ വന്നിട്ട് ചോദിച്ചില്ല ഇതിൽ കമ്പി ഉണ്ടോ ചോദിച്ചു. പിന്നെ ഫിനിഷിങ് കണ്ടിരുന്നു, നമ്മുടെ പുതിയ ഷീറ്റിന്റെ തേക്കേണ്ട ആവശ്യമില്ല, നല്ല ഫിനിഷിംഗ് തേക്കേണ്ട ആവശ്യമില്ല ഇല്ല എന്ന് വല്ലാണ്ട് പറയണ്ട. ആൾക്കാർ ഇഷ്ടമുള്ള ആൾക്കാർ തേച്ചോട്ടെ. അങ്ങനല്ല ഞാൻ പറഞ്ഞത്, ഈ വീട് ശരിക്ക് ലോ ബഡ്ജറ്റ് ആക്കണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് തേക്കണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഷുവർട്ടി ഒന്നും ഫസ്റ്റ് തന്നെ തരില്ല. ഇതിപ്പോ ഇത് ഞാൻ ഈ ചുമര് കണ്ടപ്പോ ഞാൻ പറഞ്ഞതാ തേക്കണ്ടെന്നല്ലേ. നല്ല ഫിനിഷിംഗ് ഉണ്ട്. അപ്പൊ ഇപ്പുറത്ത് കാണുമ്പോ ഈ ഒരു ചുമര്. അപ്പൊ ഇന്നിപ്പോ ഒരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ എന്താണ് ലോ കോസ്റ്റ് എന്താണ് പറഞ്ഞത്? ഇന്നൊരാള് ഞാൻ രാവിലെ ഒരു ലൈവ് ഇട്ടായിരുന്നു. ആ സമയത്ത് വിളിച്ചിട്ട് നിങ്ങൾ ജനലും വാതിലും കൂടി വെക്കാൻ തുടങ്ങിയല്ലോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു തയ്ച്ചു വെക്കുന്നു പറഞ്ഞു. അപ്പൊ ഇങ്ങനെ 1500 ആവുന്ന സമയത്ത് ഇത് ലോ കോസ്റ്റ് ആവില്ലല്ലോ, ലോ കോസ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങളുടേക്ക് വന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ വരണ്ട, നമ്മള് ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് വന്നാ മതി എന്ന് ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ. ചിലപ്പോ ആ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഫ്രണ്ടിൽ നമ്മൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്തില്ല, കാരണം അവിടെ ചുമരെല്ലാം വരുന്നുണ്ട്. ഇവിടെ ഈസിലി നമുക്ക് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം. ഇത് സത്യമായ സ്റ്റീലാണെന്നുണ്ടെങ്കിലും ഇതിൽ ഇങ്ങനെ അറിയില്ല അല്ലെ, നല്ല സൗണ്ട്, ഒരു വുഡന്റെ സൗണ്ടാ വരുന്നത്. ഇത് ചൈന ഡോർ പോലെ തന്നെ ഇവിടെ മാനുഫാക്ചറിങ് ചെയ്യണതാണ്. ആ ഡോറൊന്ന് അടക്കി. അപ്പൊ നേരത്തെ അവള് അടയ്ക്കാനും തുറക്കാനും പറ്റില്ല കാരണം നമുക്കിങ്ങനെ രണ്ട് സൈഡിലും ചുമര് വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഡോറ് ഫ്രീ ആക്കാൻ പറ്റും. ഒന്ന് തുറക്കാമോ? കാരണം ആ സൈഡിൽ ഇപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഇന്ന് രാവിലെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി ഇവിടെ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾക്ക് അതേപോലെ തുറന്ന് കാണിച്ചു തരാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ ഈ കോൺക്രീറ്റ് ഒക്കെ ചെയ്യണ സമയത്ത് ഇങ്ങനത്തെ ഡോറുകൾ വെക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിഡിലത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ മിഡിലത്തെ ഗ്യാപ്പിൽ കറക്റ്റ് പാക്കിംഗ് ഒക്കെ വെച്ചിട്ട് ഡോറിന്റെ ഹൈറ്റ് ഒക്കെ കറക്റ്റ് ലെവലാക്കി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ. കാരണം വൺ ടൈം നമ്മൾ ഫുള്ളി കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഡോറ് ഒരു MM പോലും ഇളക്കാനും ഇതിനൊന്നും പറ്റില്ല. അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ. അതുകൊണ്ടാണ് ഇത്രയും ദൂരം ഓടിയിട്ട് നമ്മൾ തന്നെ വന്ന് ചെയ്യണത്. കാരണം ആ ഡോറിന് അത്യാവശ്യം പൈസ ഉണ്ട്. ഇത് എത്ര ഒരു നമുക്ക് ഇങ്ങനെ ഫ്രണ്ട് ഡോറിന് വരുന്നത്? ഇത് 35 above വരുന്നുണ്ട്, 40യുടെ അടുത്ത് വരുന്നുണ്ട്. 35 to 30 ആണ് ഈ ഒരു ഡോറ് ഇങ്ങനെ ഫുള്ളായിട്ട് വരാനായിട്ട്. അതായത് ഈ പ്രൈമർ ഉണ്ടാവുള്ളൂ, ബാക്കി നമ്മള് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം വുഡണോ ഏതാ കളർ റീസണബിൾ ആയിട്ട് തോന്നിയ, കാരണം ഇതിപ്പോ ഒരു ലോക്കും എല്ലാം ആയിട്ടാണല്ലോ. ഇനിയിപ്പോ ഇവർക്ക് ഇതിൽ പെയിന്റ് അടി മാത്രമല്ലേ വരുന്നുള്ളൂ. അതെ, നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തില്ല. ലോ കോസ്റ്റിൽ വിളിച്ച ചേട്ടനോടെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഭിത്തി ഇങ്ങനെയാണ്. അതായത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾക്ക് നെയ്സ് പൊട്ടിയിട്ടിട്ട് വേണമെങ്കിൽ പ്രൈമർ അടിച്ചാലും താമസിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ലോ കോസ്റ്റ് ആയിട്ട് വരുള്ളൂ. അതല്ല എല്ലാ ആൾക്കാരും ചെയ്യണ പോലെ ഇത് ഉള്ളും പുറമൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്ത് പിന്നെ അതിന്റെ മുകളിൽ പൊട്ടിയിട്ട് പെയിന്റ് അടിക്കുന്ന സമയത്ത് ഒരിക്കലും അതൊരു ലോ കോസ്റ്റ് ആയിട്ട് വരില്ല. പിന്നെ ലോ കോസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഇനി നമ്മളെ കൺസ്ട്രക്ഷനെ സമീപിക്കണം എന്നില്ല. കാരണം നമ്മൾ തുടങ്ങിയ സമയത്ത് 800 രൂപയ്ക്ക് ചെയ്തത് അത് കണ്ടിട്ടാണ് നിങ്ങൾ ലോ കോസ്റ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ നഷ്ടം സഹിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറെ ട്രൂ കോളറിൽ ഈ ബഡ്ജറ്റ് ഹൗസ് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ പ്രശ്നം. ട്രൂ കോളറിൽ ബഡ്ജറ്റ് ഹൗസ് കാണുന്നത് ഒരുപാട് ആൾക്കാർ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞങ്ങളെ ഇതെങ്ങനെയാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ് കാണിക്കുക. അതുകൊണ്ട് നമ്മളത് ബഡ്ജറ്റ് ആണെന്നുള്ളത് ക്ലയന്റാ തീരുമാനിക്കേണ്ടത്. ഈ രീതിയിൽ വേണമെങ്കിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാം. ഇന്ന് ഇവിടെ ഒരു ചേട്ടൻ വന്നായിരുന്നു, അപ്പൊ കല്ലിനേക്കാളും കൂടുതൽ വെച്ചപ്പോ ഞാൻ പിന്നെ ഒന്നും എനിക്ക് വിശദീകരിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇത് കുറവാണല്ലോ. ചേട്ടന്റെ വിചാരം ഓരോ കാര്യങ്ങളും നമ്മളതാണെന്ന് പറയുമ്പോ ചേട്ടൻ അതെ അപ്പൊ ഇത് ലാഭമാണല്ലോ പറഞ്ഞു. അപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞു ഈ കട്ട്ലിയും ജനലും ഇൻക്ലൂഡിങ് ആണ് പറഞ്ഞു. അപ്പോഴാണ് അയ്യോ ഇതും നിങ്ങളാണോ ചെയ്യണെന്ന് വെച്ചോ. അപ്പൊ അതാണ് ഓരോ ഏരിയ അനുസരിച്ച് ഇത് മാറുന്നുണ്ട്. നിങ്ങള് നോക്കുമ്പോ ഇത് കൂടുതലായിരിക്കും, ഇവിടെ നോക്കുമ്പോ ഇത് കുറവാണ്. നമ്മളൊരു വീടിന്റെ വർക്ക് എടുക്കുന്ന സമയത്ത് അതായത് അതിന്റെ ക്വാളിറ്റി, നമ്മൾ ചെയ്യണ മെത്തേഡ്, ഇതില് വീടിന് സ്ട്രെങ്ത് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, ലൈഫ് ഉണ്ടോ. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ബ്രിക്സും ഇതും തമ്മിലുള്ള കമ്പാരിസൺ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം. അപ്പൊ ഇത്രയും പോകുന്ന ഒരു ചുമര് നമ്മൾ ബ്രിക്സിൽ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം ഞാൻ പറയാറുണ്ട്, അത് തമ്മിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു കോൺക്രീറ്റ് ചുമരിന്റെ ഒരു സ്ട്രെങ്ത് ഒരു ബ്രിക്സിനും കിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ തന്നെ അതാണ് ഇതിൽ ഏറ്റവും വലിയ വ്യത്യാസം തന്നെ. കാരണം ആൾക്കാർ ചോദിക്കില്ല കല്ലിൽ ചെയ്യണതും ഇങ്ങനെ ചെയ്യണതിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് കോൺക്രീറ്റ് ചുമരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വ്യത്യാസം. കോൺക്രീറ്റ് ചുമരാകുമ്പോൾ അതിൻ്റെതായ സ്ട്രെങ്ത് കൂടുതലായിരിക്കും.
കല്ലിന് കല്ലിൻ്റെതായ സ്ട്രെങ്ത്തും ഉണ്ട്. അപ്പൊ നമ്മൾ ഒന്നിനും കുറ്റം പറയല്ല. ഇപ്പൊ സാധാരണ കല്ലിൽ ഞാൻ വീടുകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞാനും അതിന്റെ മെയിൻ റൂഫ് ചെയ്യാനായിട്ട് ഈ കോൺക്രീറ്റിനെ തന്നെയാണ് ആശ്രയിച്ചിരുന്നത്. അത് ഞങ്ങളിപ്പോ നമ്മൾ ചെയ്യണ വീടിന്റെ ചുമരിക്കും കൂടി കൺസ്ട്രക്ഷനെ കുറ്റപ്പെടുത്തി പറയാനുമില്ല. കാരണം ഓൾറെഡി ഞങ്ങളും ആ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്തിരുന്ന ആൾക്കാർ തന്നെ. നമ്മൾ നോർമൽ കൺസ്ട്രക്ഷൻ കല്ലിൽ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ്. അപ്പോ ഒരു അവിടുന്ന് ആ രീതിയിൽ നിന്ന് എങ്ങനെ മാറി ചിന്തിക്കാൻ തോന്നിയതോടാണല്ലോ ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു മെത്തേഡിലേക്ക് മാറിയത്. അപ്പോ ആൾക്കാർ വിചാരിക്കും കല്ലിനെ കുറിച്ച് പറയുമ്പോ ഇവനെ ഏതോ ഒരു കുപ്പിന്ന് വന്ന ഭൂതം ആദ്യമായിട്ട് വീട് പണി എടുക്കുകയാണെന്നുള്ള ചിന്താഗതി ഒന്നും നിങ്ങൾക്ക് വേണ്ട. അത് ഫുൾ ഫിനിഷ് ആയിട്ട് അതിപ്പോ പറഞ്ഞല്ലോ, അതിന്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഫുൾ ഫിനിഷ് ചെയ്ത് നമ്മൾ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഈ ഒരു മെത്തേഡ് കൊണ്ട് ആദ്യമായിട്ട് വന്നതല്ല. ഞാൻ ഇതിന്റെ മുന്നേ പക്ഷെ അതൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ ഞങ്ങളെ നാട്ടിലാണെന്ന് മാത്രം. കാരണം അതുകൊണ്ടാണ് ഞാൻ പറയാറ്, ഓൾ കേരള എന്നും സാധാരണ കല്ലിൽ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാ സ്ഥലത്തുനിന്നും വന്ന് ചെയ്യാൻ ഒരേ റേറ്റിന് പറ്റില്ല എന്ന് പറയണതിന്റെ മെയിൻ കാര്യം തന്നെ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സൈറ്റ് ഇപ്പൊ കല്ലില ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. ഒരാള് പറയാണ് 1800 രൂപയ്ക്ക് ഫുൾ ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ റൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഏറ്റണം ഫുള്ള് കല്ലുല്ലേ, കല്ലും വണ്ടി ഇങ്ങോട്ട് കേറില്ല. അപ്പൊ എന്റെ നിസാര ചോദ്യം ഇത്രേ ഉള്ളൂ. അപ്പൊ ഒരു പരന്ന സ്ഥലത്ത് സൈറ്റിൽ വണ്ടി എത്തണ സൈറ്റിൽ ചെയ്യണതും ഇങ്ങടെ ഉയരത്തേക്ക് ഇത്രയും റോ മെറ്റീരിയൽ ഏറ്റി കൊണ്ടുവരണം തമ്മിൽ ലേബറിൽ വ്യത്യാസം വരില്ല. അപ്പൊ എങ്ങനെയാണോ എല്ലാ ഇടത്തും 1800 രൂപയ്ക്ക് നമുക്ക് ഫുൾ ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റുക? അങ്ങനെ പറ്റില്ല എന്ന് മാത്രം ഞാൻ ഈ പറയണത്. പിന്നെ ഇപ്പൊ എന്താ ബെനിഫിറ്റ് വെച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ അടിയിൽ വന്നിട്ട് ആരും തെറിയും ഇതൊന്നും പറയാറില്ല. കുറെ ആൾക്കാർക്കൊക്കെ മനസ്സിലായി തോന്നുന്നുണ്ട് അല്ലെ. ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് വളരെ കമ്മിയാണ്. ഞാനും എന്തേലൊക്കെ ഒരു ചൂണ്ടി ഇടാറുണ്ട്. കാരണം ആരേലും ഒന്ന് എയറിൽ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എയറിൽ കയറരുതെന്ന് ആഗ്രഹിക്കണം. ഞാനൊന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് എയറിൽ കയറണം, പക്ഷെ നടക്കണില്ല. എയറിൽ കയറി കഴിഞ്ഞാലേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, മെയിൻ ആൾക്കാരൊക്കെ അത് കാണുമ്പോൾ മെല്ലെ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാൻ തോന്നുന്നുണ്ട്. കാരണം അവർക്ക് കുറ്റം പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. ഇനി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഏറെ കയറാൻ എനിക്കും താല്പര്യമുണ്ട്. കാരണം മെയിൻ ആയിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 4 ആൾക്കാർ അറിയണം എന്നുള്ളതാണ്. അപ്പൊ ഏറെ കയറുമ്പോഴാണല്ലോ അതൊരു ചർച്ചാ വിഷയമുള്ളൂ. അപ്പൊ അതിന് വേണ്ടിട്ടോ ഏറെ കയറുന്നത്. ഈ വീടിന്റെ നമ്മുടെ 2ാമത്തെ വീഡിയോ കേട്ടോ. അത് സ്ട്രക്ചർ തുടങ്ങിയിട്ട് ചുമര് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ബേസ്മെന്റിന്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ ഈ വീട് ഇന്നത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈലപ്രയത്തെ വീടിന്റെ, നമ്മൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടി വെച്ചു കൊടുക്കുന്ന ആ വീടിന്റെ മെയിൻ സ്ലാബും കൂടെയാണ്. അതിപ്പോ കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇവിടെ കട്ടിള വെപ്പും കാര്യങ്ങളായതുകൊണ്ട് പോവാൻ പറ്റിയില്ല. അപ്പൊ അത് ഫുള്ള് ജയരാജേട്ടനാട്ടോ ചെയ്യുന്നത്. ഓൾറെഡി എപ്പോഴും പറയണ പോലെ തന്നെ മെയിൻ സ്ലാബിന് ഞങ്ങൾ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ കട്ടിലും കാര്യങ്ങളും വെക്കാൻ നമ്മൾ വരേണ്ട ആവശ്യമുണ്ട്. പിന്നെ 2ാമത്തെ കാര്യം പറഞ്ഞാൽ ജയരാജേട്ടൻ ഓൾറെഡി അറിയാലോ. ജയരാജേട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ പോകേണ്ട ആവശ്യമില്ല. എല്ലാം ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളും ജയരാജേട്ടൻ ചെയ്തോളൂ. വെള്ളം വരെ പൈസ കൊടുത്ത് മേടിച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതടക്കം ജയരാജേട്ടൻ തന്നെ എല്ലാം റെഡിയാക്കി. പരിപാടി കഴിഞ്ഞു. അവരിപ്പോ പോരാനായി അവിടുന്ന്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ എന്താ കഴിഞ്ഞാല് ഇത് കുറച്ചു നേരം കൂടി ഇവിടെ വർക്ക് ഉണ്ടെന്ന് വൈകുന്നേരം ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകും. അപ്പൊ ഇനി ഒരു നെക്സ്റ്റ് വീക്ക് വരുമ്പോ അടുത്ത അപ്ഡേഷനായിട്ട് വീണ്ടും വരും. കാണാനുള്ളവർക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാല് നമ്മള് കട്ടപ്പനയത്തെ വീടിന്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പൊ വേണ്ടവർക്ക് അതിൽ പോയി കാണാം. ഓക്കെ. പിന്നെ അമ്മൂനെ വെച്ച് വീഡിയോ എടുക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വ്യൂ കൂടുന്നു കേട്ടോ. ഒന്നും കൂടി സഹകരിച്ചു കഴിഞ്ഞാൽ കാണില്ല അത് പറഞ്ഞ. അല്ല അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ അവിടെ നിന്നേനെ. ഓക്കെ, ശരി എന്നാ. ഓക്കെ.